Hi students, today we are going to start with a new spectroscopic technique, that is ESR. What is ESR? Electron spin resonance spectroscopy. So ESR spectroscopy is nothing but electron spin resonance spectroscopy. അപ്പോൾ നമുക്ക് ഇ എസ് ആർ സ്പെക്ട്രോസ്കോപ്പിനെ പറ്റിയിട്ടും കൂടെ പഠിക്കാനായിട്ടുണ്ട് നമ്മുടെ ഈ എൻറ്റയർ മോളിക്കുലർ സ്പെക്ട്രോസ്കോപ്പി ചാപ്റ്ററിൽ. ബട്ട് ഇ എസ് ആറിനെ പറ്റി നിങ്ങൾക്ക് ഒരുപാട് ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളൊന്നും തന്നെ പഠിക്കാനില്ല. വളരെ കുറച്ച് 3-4 പോയിൻറ്റ്സ് മാത്രമാണ് പഠിക്കാനായിട്ടുള്ളത്. അപ്പോൾ ഞാനിപ്പോൾ 3-4 പോയിൻറ്റ്സിൽ നിന്നും ഒരു 2-3 പോയിൻറ്റ്സും കൂടെ ഞാൻ എക്സ്ട്രാ ആയിട്ട് പറയുന്നുണ്ട്. അത് നിങ്ങൾക്ക് കൺസെപ്റ്റ് എന്താണെന്നൊന്ന് മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ട് ഞാൻ പറയുന്നതേ ഉള്ളൂ. അപ്പോൾ പ്രിൻസിപ്പിളായിട്ട് നമുക്ക് പഠിക്കാനായിട്ടുണ്ട്. പ്രിൻസിപ്പിൾ എന്ന് പറയുന്നൊരു സംഭവം പഠിക്കാനുണ്ട് ഇ എസ് ആർ സ്പെക്ട്രത്തിൻ്റെ. അപ്പോൾ അതിൻ്റെയാണ് ഞാൻ ഒരിത്തിരി, ഒരുപാടില്ല, ഇത്തിരി ഡീറ്റെയിൽ ആയിട്ട് കുറച്ച് കാര്യങ്ങളും കൂടെ പറഞ്ഞു പോകുന്നുണ്ട്. അല്ലാണ്ട് കൂടുതലായിട്ടൊന്നും തന്നെ ഇൻസ്ട്രുമെൻറ്റേഷനോ കാര്യങ്ങളോ ഒന്നും തന്നെ ഞാൻ എടുക്കുന്നില്ല. NMR നമ്മൾ കണ്ടതുപോലെ. അപ്പം അങ്ങനെയൊന്നും ഞാൻ എടുക്കുന്നില്ല ഇ എസ് ആറിൽ. കാരണം നിങ്ങൾക്ക് സിലബസിൽ തന്നെ 3 പോയിൻറ്റ്സാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അത് മാത്രം കവർ ചെയ്ത് പോകാം. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഇ എസ് ആർ ആണ്. ഇ എസ് ആർ എന്ന് വെച്ചാൽ ഇലക്ട്രോൺ സ്പിൻ റെസൊണൻസ് എന്നാണ് എൻ്റെ ഫുള്ള്. നമുക്കറിയാം, നമ്മൾ എന്താ പറയുന്നത്, NMR കണ്ടു, NMR സ്പെക്ട്രോസ്കോപ്പി കണ്ടു. അതിനകത്ത് റേഡിയോ വേവ്സ് ആണ് നമ്മുടെ മാറ്ററുമായിട്ട് ഇൻട്രാക്ട് ചെയ്ത് കഴിയുന്ന, അല്ലെങ്കിൽ റേഡിയോ വേവ്സിനെയാണ് മാറ്റർ അബ്സോർബ് ചെയ്തിട്ട് NMR പ്രൊഡ്യൂസ് ചെയ്യുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ ഇവിടെ ഇ എസ് ആറിനകത്ത് ഏത് ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷനാണ് അബ്സോർബ് ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ മൈക്രോവേവ് ആണ്. ഓക്കെ, അപ്പോൾ മൈക്രോവേവ് റേഡിയേഷൻ മാറ്ററുമായിട്ട് ഇൻട്രാക്ട് ചെയ്യുന്ന ആ ഒരു ടെക്നിക്ക് ഉപയോഗിച്ചിട്ടാണ് ഇ എസ് ആർ എന്ന് പറയുന്ന സ്പെക്ട്രോസ്കോപ്പിക് ടെക്നിക്ക് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഇതെല്ലാം നമ്മൾ ഓൾറെഡി കണ്ട കാര്യം തന്നെയാണ്. സ്പെക്ട്ര ഏതൊക്കെയാണ്, അതിൻ്റെ ഓർഡർ എങ്ങനെയൊക്കെയാണെന്നുള്ളത് വീണ്ടും നോട്ട്സ് കിട്ടുന്ന അനുസരിച്ച് ഒരു ഇൻട്രോ മാതിരി കൊടുക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ നമുക്ക് ഇ എസ് ആർ വെച്ചിട്ട് തന്നെ സ്റ്റാർട്ട് ചെയ്യാം. ഇ എസ് ആർ ഈസ് ഓൾസോ നോൺ ആസ് EPR ആൻഡ് EMR സ്പെക്ട്രോസ്കോപ്പി. EPR എന്നും EMR എന്ന പേരിലും കൂടെ ഇ എസ് ആർ സ്പെക്ട്രോസ്കോപ്പി അറിയപ്പെടാറുണ്ട്. ഇ എസ് ആർ was discovered by Y. Savorsky in 1944 at Kazan State University, Russia. The basic principle of ESR is closely related to NMR, but the instrumentation and application quite vary. അതായത് ഇ എസ് ആർ എന്ന് പറയുന്ന ടെക്നിക്ക് കണ്ടുപിടിച്ചത് 1944 റഷ്യയിലെ ഒരു യൂണിവേഴ്സിറ്റിയിൽ ബൈ ദ സയൻറ്റിസ്റ്റ് ആരാണ്, വൈ സവോസ്കി എന്ന് പറയുന്നത്. പിന്നെ NMR സ്പെക്ട്രോസ്കോപ്പിയോട് സിമിലാരിറ്റി ഉള്ള ഒരു സ്പെക്ട്രോസ്കോപ്പി ടെക്നിക്ക് തന്നെയാണ് ഇ എസ് ആർ എന്ന് പറയുന്നത്. പക്ഷേ ഇൻസ്ട്രുമെൻറ്റേഷനിലും ആപ്ലിക്കേഷനിലും ചെറിയൊരു വേരിയേഷൻസ് ഒക്കെ നമുക്ക് ഇ എസ് ആറിൽ കാണാറുണ്ട് കമ്പയർഡ് വിത്ത് NMR. ഇ എസ് ആർ സ്പെക്ട്രോസ്കോപ്പി ആർ ഒബ്സർവ്ഡ് ഇൻ മൈക്രോവേവ് റീജിയനിലാണ് ഇ എസ് ആർ നമ്മൾ ഒബ്സർവ് ചെയ്യുന്നത്. ഇനി അതിൻ്റെ ഡെഫിനിഷൻ എന്താണെന്നുള്ളതാണ് കാണാൻ പോകുന്നത്. It is a branch of absorption spectroscopy in which radiation having a frequency in microwave region is absorbed by paramagnetic substance to induce transitions. അപ്പോൾ എന്താ പറഞ്ഞിരിക്കുന്നത്, ഇ എസ് ആർ സ്പെക്ട്രോസ്കോപ്പിയുടെ ഡെഫിനിഷനാണ്, ഇമ്പോർട്ടൻ്റ് ആണ്. അതായത് ഇതൊരു അബ്സോർപ്ഷൻ സ്പെക്ട്രോസ്കോപ്പിയുടെ ബ്രാഞ്ചാണ്. അതായത് ഇതിനകത്ത് നടക്കുന്നത് എന്ത് തന്നെയാണ്, റേഡിയേഷനെ അബ്സോർബ് ചെയ്യുക എന്നുള്ളൊരു ഫിനോമിനാണ് നടക്കുന്നത്. അതുകൊണ്ട് അബ്സോർപ്ഷൻ സ്പെക്ട്രോസ്കോപ്പിയുടെ ഒരു ഭാഗമാണ് ഇത്. മൈക്രോവേവ് റീജിയണിലുള്ള ഫ്രീക്വൻസിനെ ആയിരിക്കും അബ്സോർബ് ചെയ്യുന്നുണ്ടാവുക. പക്ഷേ എല്ലാ ടൈപ്പ് മെറ്റീരിയൽസും ഈ മൈക്രോവേവ് റീജിയണിൽ ഇതിനെ അബ്സോർബ് ചെയ്ത് ഇ എസ് ആർ സ്പെക്ട്രം നമുക്ക് കിട്ടുകയില്ല. എന്ത് മാത്രമേ കിട്ടത്തുള്ളൂ, പാരാമാഗ്നറ്റിക് മെറ്റീരിയൽ മാത്രമേ എന്ത് ചെയ്തുള്ളൂ, ഈ മൈക്രോവേവ് റീജിയണിൽ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഫ്രീക്വൻസിനെ അബ്സോർബ് ചെയ്തിട്ട് ട്രാൻസിഷൻസിനെ ഇൻഡ്യൂസ് ചെയ്തിട്ട് നമുക്ക് ഇ എസ് ആർ സ്പെക്ട്രം കിട്ടത്തുള്ളൂ. ഇനിയും അതിൻ്റെ ഒരു ലിമിറ്റേഷൻ, ഈ ഒരു ഇ എസ് ആർ സ്പെക്ട്രോസ്കോപ്പിയുടെ ഒരു ലിമിറ്റേഷനെ പറ്റി പറയുകയാണെങ്കിലും അതുതന്നെയാണ്, ഒൺലി ആപ്ലിക്കബിൾ ടു പാരാമാഗ്നറ്റിക് സബ്സ്റ്റൻസിന് മാത്രമേ ഈ ഇ എസ് ആർ സ്പെക്ട്രോസ്കോപ്പി ആപ്ലിക്കബിൾ ആണ്. നമുക്കറിയാം, മാഗ്നറ്റിക് സബ്സ്റ്റൻസ് പല തരത്തിലുണ്ട് അല്ലേ, പല ടൈപ്പ് ഓഫ് മാഗ്നറ്റിക് ഉണ്ട്. ഡയമാഗ്നറ്റിക്, പാരാമാഗ്നറ്റിക്, ഫെറോ, ആൻറ്റി ഫെറോ, ഫെറി, അങ്ങനെ പറഞ്ഞ പല ടൈപ്പ് ഓഫ് മാഗ്നറ്റിക് മെറ്റീരിയൽസ് നമ്മൾ കണ്ടിട്ടുണ്ട്, പഠിച്ചിട്ടുണ്ട്. അതിൽ തന്നെയും പാരാമാഗ്നറ്റിക് സബ്സ്റ്റൻസിന് മാത്രമേ ഈ ഇ എസ് ആർ ആപ്ലിക്കബിൾ ആയിട്ടുള്ളൂ. അപ്പോൾ അത് ഇതിൻ്റെ ഒരു ലിമിറ്റേഷൻ ആണെന്ന് വേണമെങ്കിൽ നമുക്ക് പറയുവാനായിട്ട് സാധിക്കും. ഇനിയും 2 types of paramagnetic substances are there: stable paramagnetic substance and unstable paramagnetic substance. അതിൽ സ്റ്റേബിൾ പാരാമാഗ്നറ്റിക് സബ്സ്റ്റൻസിന് എക്സാമ്പിൾ ഏതൊക്കെയാണ്, O2, NO, NO2,
പിന്നെ ട്രാൻസിഷൻ മെറ്റൽ അയൺസ്. അപ്പോൾ ട്രാൻസിഷൻ മെറ്റൽ അയൺസും എന്താണ് ഈ സ്റ്റേബിൾ പാരാമാഗ്നറ്റിക് സബ്സ്റ്റൻസിന് എക്സാമ്പിളാണ്. അപ്പോൾ ട്രാൻസിഷൻ നമുക്കറിയാം പീരിയോഡിക് ടേബിളിലെ ട്രാൻസിഷൻ മെറ്റൽസ് ഉണ്ടല്ലോ, അതായത് ഡി ബ്ലോക്ക് എലമെൻസിനാണ് നമ്മൾ ട്രാൻസിഷൻ എലമെൻറ്റ്സ് എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ അയോൺസ്, അതിൻ്റെ ചാർജ് ഉള്ള സ്പീഷ്യസിനെയാണ് നമ്മൾ അയോൺസ് എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ അയോൺസ്, അതായത് എന്താ Fe3+ അല്ലെങ്കിൽ Fe2+, Mn2+, ആ പറയുന്ന അതൊക്കെയാണ് ട്രാൻസിഷൻ മെറ്റൽ അയോൺസിൻ്റെ എക്സാമ്പിൾസ് ആയിട്ട് കാണുന്നത്. ഇനി അൺസ്റ്റേബിൾ പാരാമാഗ്നറ്റിക് സബ്സ്റ്റൻസ് എന്ന് വെച്ചാൽ എന്താണ്? ഫ്രീ റാഡിക്കൽസ്, ഇൻ്റർമീഡിയറ്റ് ഓഫ് ഓർഗാനിക് റിയാക്ഷൻസ്. അപ്പോൾ ഫ്രീ റാഡിക്കൽ അല്ലെങ്കിൽ ഓർഗാനിക് റിയാക്ഷൻസിൽ നമ്മൾ സാധാരണയായിട്ട് കണ്ടുവരുന്ന ഇൻ്റർമീഡിയറ്റ്സ്, അതൊക്കെയാണ് ഈ അൺസ്റ്റേബിൾ പാരാമാഗ്നറ്റിക് സബ്സ്റ്റൻസിന് വരുന്നത്. ഈ പാരാമാഗ്നറ്റിക് സബ്സ്റ്റൻസ് എന്ന് വെച്ചാൽ എന്താ? അതിനകത്ത് എന്താണ്ടാവും? അൺപെയർഡ് ഓഫ് ഇലക്ട്രോൺസ് കാണും. ഇലക്ട്രോൺസ് പെയർഡ് അല്ലായിട്ട് ഇരിക്കും. പെയർഡായിട്ട് വരുന്നത് നമ്മൾ ഡയാമാഗ്നറ്റിക് എന്ന് പറയും. അപ്പോൾ ഇലക്ട്രോൺസ് പെയർഡ് അല്ലാണ്ടിരിക്കുന്ന ആ ഒരു ടൈപ്പ് ഓഫ് മാഗ്നറ്റിക് സബ്സ്റ്റൻസിനെയാണ് നമ്മൾ പാരാമാഗ്നറ്റിക് സബ്സ്റ്റൻസ് എന്ന് പറയുന്നത്. അപ്പം അതിൽ തന്നെയും അൺസ്റ്റേബിൾ പാരാമാഗ്നറ്റിക് സബ്സ്റ്റൻസിന് എക്സാമ്പിളാണ് ഫ്രീ റാഡിക്കൽസ്, ഇൻ്റർമീഡിയറ്റ്സ് ഓഫ് സം ഓർഗാനിക് റിയാക്ഷൻസ്. ESR technique is useful technique to study free radicals, atoms, molecules or ions having one unpaired electron, either in solid, liquid or gas phase. അതായത് സോളിഡ്, ലിക്വിഡ്, ഗ്യാസ് ഫേസിലിരിക്കുന്ന ഏതൊരു സബ്സ്റ്റൻസ് ആണെങ്കിലും അതിനകത്ത് അൺപെയർ ആയിട്ടുള്ള ഇലക്ട്രോൺസ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് അതിൻ്റെ സ്റ്റഡീസ് നടത്തുവാനായിട്ട്, അല്ലെങ്കിൽ ESR ടെക്നിക്ക് ഉപയോഗിച്ച് നമുക്ക് സ്റ്റഡി ചെയ്യുവാനായിട്ട് സാധിക്കും. Transition lanthanides and actinides ion, they have 5 or 7 unpaired electrons. അതായത് D5F7 സിസ്റ്റങ്ങളാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒബ്വിയസ്ലി അതിനകത്ത് അൺപെയർഡ് ഓഫ് ഇലക്ട്രോൺസ് കാണും. അതിൻ്റെ സ്റ്റഡി നമുക്ക് ESR ഉപയോഗിച്ച് നടത്തുവാനായിട്ട് പറ്റും. വേരിയസ് പോയിൻറ്റ് ഡിഫക്ട്സ്, ഡീലൊക്കലൈസേഷൻ ഇംപെർഫെക്ഷൻസ്, അതായത് പോയിൻറ്റ് ഡിഫക്റ്റുകളൊക്കെ നമുക്ക് കണ്ടുപിടിക്കുന്നതിന് ESR ഉപയോഗിക്കാമെന്ന് പറയാൻ പറ്റും. കാരണം പോയിൻറ്റ് ഡിഫക്ട്സ് ഉണ്ടാവുന്നതെന്ന് വെച്ചാൽ ഉണ്ടാവുന്നത് അൺപെയർഡ് ഇലക്ട്രോൺസുമായിട്ട് റിലേറ്റഡ് ആണ്. അപ്പം ഡെഫിനറ്റ്ലി അത് നമുക്ക് കണ്ടുപിടിക്കാനായിട്ട് പറ്റും. സിസ്റ്റം വിത്ത് മോർ ദാൻ വൺ അൺപെയർഡ് ഇലക്ട്രോൺ, ട്രിപ്ലെറ്റ് സ്റ്റേറ്റ്, ബൈ റാഡിക്കൽസ്, മൾട്ടി റാഡിക്കൽസ്, സിസ്റ്റം വിത്ത് കണ്ടക്റ്റിംഗ് ഇലക്ട്രോൺ. അപ്പം ഏതൊരു സിസ്റ്റം ആണെങ്കിലും അതിനകത്ത് അൺപെയർ ഓഫ് ഇലക്ട്രോൺ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ESR ടെക്നിക്ക് ഉപയോഗിച്ച് അതിൻ്റെ ഫർദർ അനാലിസിസ്, ഫർദർ സ്റ്റഡീസൊക്കെ നടത്തുവാനായിട്ട് സാധിക്കും. അപ്പോൾ അതിൻ്റെ കുറേ എക്സാമ്പിൾസ് കൊടുത്തിരിക്കുന്നു എന്നതേ ഉള്ളൂ. വായിച്ച് നോക്കുക, മനസ്സിലാക്കാത്തതേ ഉള്ളൂ. ഇനിയും അത് 2 ക്വസ്റ്റ്യൻസ് ഇങ്ങനെ കൊടുത്തിരിക്കുന്നതാണ്. ESR സ്പെക്ട്രം ഈസ് ഒബ്സർവ്ഡ് ഇൻ ഡാഷ് മൈക്രോവേവ് റീജിയൻ, വിച്ച് ഓഫ് ദ ഫോളോവിങ് ഷോസ് ESR. അപ്പോൾ ഈ ഒരു ടൈപ്പ് ഓഫ് നിങ്ങൾക്കൊരു MCQ ടൈപ്പ് ക്വസ്റ്റ്യൻസ് മേ ബി നിങ്ങൾക്ക് ചോദിക്കാം റിലേറ്റഡ് ടു ESR. തന്നിരിക്കും കുറേ ക്വസ്റ്റ്യൻസ് വരിക, അതിൽ ഏതാണ് ESR ഷോ ചെയ്യുന്നതെന്നുള്ളത്, ഏത് ഷോ ചെയ്യും. അപ്പോൾ അതിനെന്ത് ചെയ്യണം? നമ്മൾ അതിൻ്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതി നോക്കുക. ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതി നോക്കിയതിന് ശേഷം ഇലക്ട്രോൺസിനെ പെയറപ്പ് ചെയ്യുക. പെയറപ്പ് ചെയ്തതിന് ശേഷം നോക്കുക ഏത് സ്പീഷീസിനകത്താണോ അൺപെയർ ഓഫ് ഇലക്ട്രോൺസ് വന്നിരിക്കുന്നത് അതെന്തായിരിക്കും ESR ഷോ ചെയ്യും. ഇപ്പം എല്ലാം പെയർഡായിട്ടിരിക്കുന്ന കേസിലാണെന്നുണ്ടെങ്കിൽ എന്തില്ല, ESR കാണിക്കില്ല. നമ്മൾ പറഞ്ഞു ദിസ് ഈസ് ഓൺലി ആപ്ലിക്കബിൾ ടു പാരാമാഗ്നറ്റിക് സബ്സ്റ്റൻസ്. ഓക്കെ, അങ്ങനെ 2 റിലേറ്റഡ് ക്വസ്റ്റ്യൻസ് ആണ്. ഇനിയും ഇലക്ട്രോൺ ബിഹേവിയർ, ഇതിനകത്തുള്ള ഇലക്ട്രോണിൻ്റെ ബിഹേവിയർ എങ്ങനെയാണെന്നുള്ളതൊക്കെയാണ്. അപ്പോൾ പ്രിൻസിപ്പളിനകത്ത് വരുന്ന പോർഷൻസ് ആണ് ഇതൊക്കെ. അപ്പോൾ ഇതൊക്കെ നിങ്ങൾക്ക് മനസ്സിലാക്കി വെച്ച് മൊത്തത്തിൽ നിങ്ങൾക്ക് ESR എന്താണെന്ന് നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടണമെന്നുണ്ടെങ്കിൽ ഇതെല്ലാം നമ്മൾ വായിച്ച് മനസ്സിലാക്കിയേ പറ്റത്തുള്ളൂ. ദാറ്റ്സ് വൈ ഐ ആം ടേക്കിംഗ് ദിസ് ഓൾസോ. ഇനിയും ഫ്രീ ഇലക്ട്രോൺ ബിഹേവ് ആസ് സ്പിന്നിങ് ആൻഡ് നെഗറ്റീവ്ലി ചാർജ് പാർട്ട് വിത്ത് റിസൾട്ടിങ് മാഗ്നറ്റിക് മൊമെൻറ്റ്. നമുക്കറിയാം ഫ്രീ ആയിട്ടിരിക്കുന്ന ഇലക്ട്രോൺസ് എന്താണ്? സ്പിന്നിങ്, അത് സ്വയം സ്പിൻ ചെയ്യും അല്ലേ? സ്പിൻ ചെയ്യും. അത് നമുക്കറിയാം ഇലക്ട്രോൺസ് നെഗറ്റീവ്ലി ചാർജ്ഡ് പാർട്ടിക്കിളാണ്. അത് സ്വയം സ്പിൻ ചെയ്യുന്നതിൻ്റെ ഫലമായിട്ട് അവിടെ ഒരു മാഗ്നറ്റിക് മൊമെൻറ്റ് ഫോം ചെയ്യും. Because of this charge and spin, electron act as a tiny bar magnet and thus it interacts with magnetic field. അപ്പം ഇലക്ട്രോണിന് ചാർജ് ഉണ്ട്, നെഗറ്റീവ് ചാർജും ഉണ്ട്, ആൻഡ് ഇത് സ്പിൻ ചെയ്യുകയും ചെയ്യും. അപ്പം അതിൻ്റെ ഫലമായിട്ട് തന്നെ അതൊരു ടൈനി ബാർ മാഗ്നറ്റായിട്ട് ആക്ട് ചെയ്യുകയും എക്സ്റ്റേർണലി നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്ന മാഗ്നറ്റിക് ഫീൽഡുമായിട്ട് ഇൻ്ററാക്ട് ചെയ്യുകയും ചെയ്യും. ദ മാഗ്നറ്റിക് മൊമെൻറ്റ് ഓഫ് ദ ഇലക്ട്രോൺ ഈസ് mu പ്രൊപ്പോർഷണൽ ടു E/m. ഇനി ഇലക്ട്രോണിൻ്റെ മാഗ്നറ്റിക് മൊമെൻറ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ളൊരു ഇക്വേഷനാണ് കൊടുത്തിരിക്കുന്നത്, mu പ്രൊപ്പോർഷണൽ ടു E/m, where mu is the magnetic moment of electron, m is the mass of electron and E is the charge of electron. Sorry.
ഇലക്ട്രോൺ ഹാസ് എ സ്പിൻ പ്ലസ് ഓർ മൈനസ് ഹാഫ്. ഇലക്ട്രോണിന് പ്ലസ് ഓർ മൈനസ് ഹാഫ് ആയിരിക്കും സ്പിൻ വരിക. ഇറ്റ് ഹാസ് 2 സ്പിൻ സ്റ്റേറ്റ് MS = പ്ലസ് ഹാഫ് ആൻഡ് MS = മൈനസ് ഹാഫ്. അപ്പോൾ ഇലക്ട്രോണിന് 2 സ്പിൻ വരും, അതുകൊണ്ട് തന്നെ 2 സ്പിൻ സ്റ്റേറ്റും വരും. പ്ലസ് ഹാഫ് എന്നുള്ളൊരു സ്റ്റേറ്റും വരും, മൈനസ് ഹാഫ് എന്നുള്ളൊരു സ്റ്റേറ്റും വരും. മാഗ്നറ്റിക് മൊമെൻറ്റ് ഓഫ് ഇലക്ട്രോൺ ഈസ് 1000 times greater than proton and other nuclei, and it is given by mu = -g beta. അതായത് ഇലക്ട്രോണിൻ്റെ മാഗ്നറ്റിക് മൊമെൻ്റ് എന്ന് പറയുന്നത് പ്രോട്ടോണിനെക്കാളും 1000 മടങ്ങ് കൂടുതലാണ്. അതെങ്ങനെ നമുക്ക് ഇലക്ട്രോണിൻ്റെ പവർ ഇക്വേഷനിൽ നമുക്ക് കൊടുക്കാനായിട്ട് പറ്റും. mu = minus of g beta, where g is the gyromagnetic ratio and b is Bohr magnetron. It's a constant. അവിടെ ഒരു നെഗറ്റീവ് സൈൻ നമുക്ക് ആ സിമ്പിളിൽ വരുന്നുണ്ട്, ഇക്വേഷനിൽ വരുന്നുണ്ട്, ഒരു നെഗറ്റീവ് സൈൻ കാണിക്കുന്നുണ്ട്. അത് ഇലക്ട്രോണിൻ്റെ ചാർജ് എപ്പോഴും നെഗറ്റീവാണ്, അപ്പോൾ അത് ഇൻഡിക്കേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ അവിടെ ഒരു നെഗറ്റീവ് സൈൻ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ mu = -g beta. ബീറ്റ എന്ന് പറയുന്നത് ബോർ മാഗ്നറ്റോൺ ആണ്, ജി എന്ന് പറയുന്നത് ജൈറോ മാഗ്നറ്റിക് റേഷ്യോ ആണ്. ഇനിയും ഈ ജി ഫാക്ടർ, അതായത് ഈ ജൈറോ മാഗ്നറ്റിക് റേഷ്യോ എന്ന് പറയുന്നത് അത് ഇലക്ട്രോണിൻ്റെ നേച്ചറിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. അതിന് പ്രത്യേകിച്ച് യൂണിറ്റോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല. യൂണിറ്റ്ലെസ് ആയിട്ടുള്ളൊരു പാരാമീറ്ററാണ് ജി എന്ന് പറയുന്നത്. അതല്ലെന്നുണ്ടെങ്കിൽ നമ്മളതിനെ സ്പെക്ട്രോസ്കോപ്പിക് സ്പ്ലിറ്റിംഗ് ഫാക്ടർ എന്നും കൂടെ വിളിക്കും. ജീനെ നമ്മൾ സ്പെക്ട്രോസ്കോപ്പിക് സ്പ്ലിറ്റിംഗ് ഫാക്ടർ എന്നും കൂടെ വിളിക്കാറുണ്ട് ജീനെ. അപ്പോൾ ഇക്വേഷൻ കിട്ടി, ഇലക്ട്രോണിൻ്റെ മാഗ്നറ്റിക് മൊമെൻറ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഇക്വേഷൻ കിട്ടി. ഇൻട്രാക്ഷൻ ഇനി അടുത്ത പോർഷനാണ്. ഇൻട്രാക്ഷൻ ബിറ്റ്വീൻ ഇലക്ട്രോൺ സ്പിൻ ആൻഡ് മാഗ്നറ്റിക് ഫീൽഡ്. ഇലക്ട്രോൺ സ്പിന്നും മാഗ്നറ്റിക് ഫീൽഡും നമ്മൾ ഇൻട്രാക്ട് ചെയ്യുമെന്ന് നമ്മൾ പറഞ്ഞു. കാരണം എന്താണ്, ഇലക്ട്രോൺ സ്വയം സ്പിൻ ചെയ്യുന്നുണ്ട്, അതിന് നെഗറ്റീവ് ചാർജ് ഉണ്ട്, അതുകൊണ്ട് അതിന് ടൈനി ബാർ മാഗ്നറ്റായിട്ട് ആക്ട് ചെയ്യാനായിട്ട് സാധിക്കും. അതുകൊണ്ട് തന്നെ എക്സ്റ്റേണലി നമ്മൾ അപ്ലൈ ചെയ്യുന്ന മാഗ്നറ്റിക് ഫീൽഡുമായിട്ട് അതെന്ത് ചെയ്തു, ഇൻട്രാക്ട് ചെയ്തു പോകുന്നത്. അതിന് ആ ഇൻട്രാക്ഷൻ എങ്ങനെയാണെന്നുള്ളതാണ് കാണാൻ പോകുന്നത്. As we know that electron has a spin quantum number plus or minus half, so that it has two orientation. അറിയാവുന്ന കാര്യമാണ്. ഇലക്ട്രോണ് സ്പിൻ ക്വാണ്ടം നമ്പർ പ്ലസ് ഹാഫ് ഉണ്ട്, മൈനസ് ഹാഫ് ഉണ്ട്, അതുകൊണ്ട് തന്നെ അതിന് 2 ഓറിയൻറ്റേഷൻ ഉണ്ട്. ഇപ്പം എന്താ പറയുക, പാരലായിട്ട് പോയി കഴിഞ്ഞാൽ അതിന് പ്ലസ് ഹാഫ് ആവും, ആൻറ്റി പാരലായിട്ട് ഓറിയൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിന് മൈനസ് ഹാഫ് ആവും. അപ്പോൾ 2 ഓറിയൻറ്റേഷൻ ഇലക്ട്രോൺസിന് പോസിബിളാണ്. In the absence of magnetic field, MS state is equal to plus or minus half, or it is degenerate. But applying magnetic field, thus degeneracy of MS state removed, and it can split up into 2 energy levels, that is lower and higher. അപ്പം ഒരു മാഗ്നറ്റിക് ഫീൽഡ് ഇല്ലാതിരിക്കുന്ന കേസിലാണെങ്കിൽ നമ്മുടെ MS സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ പ്ലസ് ഓർ മൈനസ് ഹാഫ് ആയിരിക്കും. അതായത് ഒരേ ഒരു സ്റ്റേറ്റ് മാത്രമായിരിക്കും കാണാൻ പറ്റുക. ദാറ്റ് ഈസ് ഇറ്റ് ഡീജനറേറ്റ്. അതായത് ഡീജനറേറ്റ് ആയിട്ടുള്ളൊരു സ്റ്റേറ്റ് ആയിരിക്കും. അതായത് ഒരൊറ്റ സ്റ്റേറ്റ് ആയിട്ട് തന്നെ നിൽക്കും. അത് പ്ലസ് ഓർ മൈനസ് ഹാഫ് അങ്ങനെ തന്നെ നമുക്ക് ഇൻഡിക്കേറ്റ് ചെയ്യാൻ പറ്റും. പക്ഷേ നമ്മളിത് ഒരു മാഗ്നറ്റിക് ഫീൽഡ് എക്സ്റ്റേണലി നമ്മളൊരു മാഗ്നറ്റിക് ഫീൽഡ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ അവിടെ എന്ത് സംഭവിക്കും, നമ്മുടെ ഈ ഡീജനറേറ്റ് ആയിട്ട് നിൽക്കുന്ന MS സ്റ്റേറ്റ് എന്ത് ചെയ്യും, സ്പ്ലിറ്റ് ചെയ്തൊരു ലോവർ എനർജി ലെവലായിട്ടും ഒരു ഹയർ എനർജി ലെവലായിട്ടും മാറും. അപ്പോൾ ആ ലോവർ എനർജി ലെവലിന് മൈനസ് ഹാഫും ഹയർ എനർജി ലെവലിന് പ്ലസ് ഹാഫും അങ്ങനെയുള്ള MS എനർജി ലെവൽസ് ആയിട്ട് അത് സ്പ്ലിറ്റ് ചെയ്ത് മാറും. എപ്പോഴാണ് സ്പ്ലിറ്റിങ് സംഭവിക്കുന്നത്, നമ്മൾ എക്സ്റ്റേണലി ഒരു മാഗ്നറ്റിക് ഫീൽഡ് അപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ. നിങ്ങൾക്കത് കാണാനായിട്ട് സാധിക്കുമല്ലോ. ആദ്യം MS സ്റ്റേറ്റ് ഇൻ ദ ആബ്സെൻസ് ഓഫ് മാഗ്നറ്റിക് ഫീൽഡിലാണെങ്കിൽ MS സ്റ്റേറ്റ് അങ്ങനെ തന്നെ നിൽക്കും, പ്ലസ് ഓർ മൈനസ് ഹാഫായിട്ട് നിൽക്കും. നമ്മളൊരു മാഗ്നറ്റിക് ഫീൽഡ് അപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ അതെന്ത് ചെയ്യും, സ്പ്ലിറ്റ് ചെയ്ത് പോകുന്നു. മുകളിലത്തെ ആൽഫ സ്പിന്നും അടിയിലത്തെ ബീറ്റ സ്പിന്നുമാണ്. അതിൻ്റെ എനർജി ഡിഫറൻസ് ഈസ് ഈക്വൽ ടു h nu. ഒബ്വിയസ്ലി നമ്മൾ കൊടുക്കുന്ന ആ ഒരു ഫ്രീക്വൻസിയിൽ അബ്സോർബ് ചെയ്തിട്ടായിരിക്കുമല്ലോ സ്പ്ലിറ്റിംഗ് നടക്കുന്നത്. അപ്പോൾ ആ ഒരു എനർജി ബിറ്റ്വീൻ ദി ലോവർ ആൻഡ് ഹയർ എന്ന് പറയുന്ന അബ്സോർബ് ചെയ്യുന്ന റേഡിയേഷൻ്റെ എനർജിയോട് ഈക്വൽ ആയിരിക്കും, ഫ്രീക്വൻസിയോട് ഈക്വൽ ആയിരിക്കും. ദ ലോവർ എനർജി ലെവൽ minus half get aligned with the direction of applied magnetic field and higher energy. അതായത് നമ്മളുടെ ഈ മൈനസ് ഹാഫ് എന്ന് പറയുന്ന ലോവർ എനർജി ലെവൽ നമ്മൾ കൊടുക്കുന്ന മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ഡയറക്ഷനിൽ തന്നെ അലൈൻ ചെയ്യും. ഓക്കെ, ആൻഡ് ഗെറ്റ്സ് അലൈൻ അഗൈൻസ്റ്റ് ദ ഡയറക്ഷൻ ഓഫ് മാഗ്നറ്റിക് ഫീൽഡ്. അപ്പം ലോവർ എനർജി ലെവല് നമ്മൾ കൊടുക്കുന്ന മാഗ്നറ്റിക് ഫീൽഡിന് സെയിം ഡയറക്ഷനിൽ തന്നെ അലൈൻ ചെയ്യും. ഹയർ എനർജി ലെവൽ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്ന എക്സ്റ്റേണൽ മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലായിരിക്കും അലൈൻ ചെയ്യുന്നുണ്ടാവുക. If the electron kept in magnetic field, then their energy result be changed by certain number of ergs, E is equal to minus mu g. അപ്പം നമ്മളൊരു മാഗ്നറ്റിക് ഫീൽഡിൽ ഇങ്ങനെയുള്ള ഒരു ഇലക്ട്രോണിനെ നമ്മൾ കീപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ എനർജിയിൽ ചെറിയൊരു ചേഞ്ച് വരും. എർഗ് എന്ന് ഉദ്ദേശിക്കുന്നത് അതിൻ്റെ ഒരു യൂണിറ്റാണ് കേട്ടോ. അപ്പോൾ അത്രയും യൂണിറ്റിൽ ഒരു ചേഞ്ച് വരും എന്നാണ് പറയുന്നത്.
ഇ ഈസ് ഈക്വൽ ടു മൈനസ് മ്യൂ എച്ച്. മ്യൂവിൻ്റെ വാല്യൂ നമുക്കറിയാം മൈനസ് ജി ബീറ്റ എസ്. എസ് എന്ന് ഉദ്ദേശിക്കുന്ന ഒരു സ്പിന്നിങ് എന്ന് ഉദ്ദേശിക്കുന്നുള്ളൂ ഇൻറ്റു എച്ച്. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? ഇ ഈസ് ഈക്വൽ ടു പ്ലസ് ഓർ മൈനസ് ഹാഫ് ജി ബീറ്റ എച്ച് എന്ന് പറയുന്ന ഇക്വേഷൻ നമുക്ക് കിട്ടും. നെഗറ്റീവ് സൈൻ എനർജി ഈസ് മിനിമം വെൻ മാഗ്നറ്റിക് മൊമെൻറ്റ് ഓറിയൻറ്റ് ഇൻ ആൻറ്റി പാരലൽ ഡയറക്ഷൻസ്. അതായത് ആൻറ്റി പാരലൽ ഡയറക്ഷനിൽ ഓറിയൻറ്റ് ചെയ്ത് കഴിയുമ്പോൾ എനർജി അവിടെ മിനിമം ആകും. അതിന് വേണ്ടിയിട്ടാണ് ഇവിടെ നമ്മൾ നെഗറ്റീവ് സൈന് ഉപയോഗിച്ചിരിക്കുന്നത്. സോ ഇ ഈസ് ഈക്വൽ ടു നമുക്ക് എന്ത് ഫൈനൽ ഇക്വേഷൻ എന്ത് കിട്ടി? പ്ലസ് ഓർ മൈനസ് ഹാഫ് ജി ബീറ്റ എച്ച്. ഓക്കെ, അപ്പം ബീറ്റ എസ് എന്ന് എഴുതിയിട്ടുണ്ടല്ലോ, അപ്പം സ്പിന്നിങ് അത് കാണിക്കുന്നതിന് വേണ്ടിയിട്ടാണ് പ്ലസ് ഓർ മൈനസ് ഹാഫ് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുന്നത് ഫൈനൽ ഇക്വേഷനിൽ. ഓക്കെ, the energy corresponds to microwave frequency mu is fed to electron and magnetic field when total energy delta E is equal to h nu, that is g beta h. നമ്മൾ കൊടുക്കുന്ന ആ ഒരു മൈക്രോവേവ് ഫ്രീക്വൻസിൻ്റെ എനർജി ആയിരിക്കും ഫ്രീക്വൻസി മ്യൂ ഈസ് ഫെഡ് ഇൻ ടു ഇലക്ട്രോൺ ആൻഡ് മാഗ്നറ്റിക് ഫീൽഡ്. അതായത് ഇലക്ട്രോൺ ആ നമ്മൾ കൊടുക്കുന്ന എക്സ്റ്റേണൽ മാഗ്നറ്റിക് ഫീൽഡിലാണല്ലോ ഇലക്ട്രോൺ ഇരുന്ന് സ്പിൻ ചെയ്യുക. അപ്പോൾ അതെന്തിൻ്റെ ഫലമായിട്ടുണ്ടാകുന്നതാണ്? നമ്മൾ കൊടുക്കുന്ന മാഗ്നറ്റിക് ഫീൽഡിന് നമ്മൾ കൊടുക്കുന്ന റേഡിയേഷൻ്റെ എനർജീനോട് ഈ അബ്സോർബ് ചെയ്തിട്ടായിരിക്കുമല്ലോ ഇലക്ട്രോൺ ഇങ്ങനെ ചെയ്യുക. അപ്പോൾ നമുക്ക് അവിടുത്തെ ടോട്ടൽ എനർജീനെ നമുക്ക് കൊടുക്കാൻ പറ്റുന്ന ഒരു ഇക്വേഷനാണ് ഡെൽറ്റ ഇ ഈസ് ഈക്വൽ ടു എച്ച് ന്യൂ മൈനസ് ജി ബീറ്റ എച്ച്. ദിസ് എബോ ഇക്വേഷൻ ഈസ് ഫോർ റെസൊണൻസ് കണ്ടീഷൻ ഫോർ ഇ എസ് ആർ സിഗ്നൽ. അപ്പോൾ ഈ ഒരു ഇക്വേഷനാണ് ഇ എസ് ആറിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇക്വേഷൻ. അത് ആണ് നമ്മുടെ ഇ എസ് ആർ സിഗ്നലിനൊരു റെസൊണൻസ് കൊടുക്കുന്നത്. അതായത് എച്ച് ന്യൂ ഈസ് ഈക്വൽ ടു ജി ബീറ്റ എച്ച് എന്ന് പറയുന്ന ഇക്വേഷൻ ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. ദിസ് ഇക്വേഷൻ ഈസ് ഫോർ റെസൊണൻസ് കണ്ടീഷൻ ഫോർ ഇ എസ് ആർ സിഗ്നൽ. അപ്പോൾ ഇ എസ് ആർ സിഗ്നലിൽ ഒരു റെസൊണൻസ് കണ്ടീഷൻ കൊടുക്കുന്നത് ഈ ഇക്വേഷനാണ്. വേർ എച്ച് ഇസ് ദ പ്ലാങ്ക്സ് കോൺസ്റ്റൻറ്റ്, ദാറ്റ് ഈസ് 6.626 into 10 raised to minus 34 joule per second. Mu is the microwave frequency, G is the splitting factor or gyromagnetic ratio, B is the Bohr magneton, J Tesla inverse, that is 9.274 into 10 raised to minus 24 J by Tesla or Tesla inverse. H is equal to applied magnetic field, that is also Tesla. So 1 Tesla is equal to 10,000 Gauss. അപ്പോൾ ചില സമയത്ത് നമുക്ക് ഇത് പ്രോബ്ലം ഇക്വേഷൻ നമ്മൾ സാധാരണയായിട്ട് പ്രോബ്ലംസ് സോൾവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കാറുണ്ട്. ഇ എസ് ആർ സ്പെക്ട്രം ഇത് കിട്ടുമോ, ഏതെങ്കിലും ഒരു മോളിക്യൂൾ തന്നിട്ട് ഇ എസ് ആർ സ്പെക്ട്രം കിട്ടുമോ ഇല്ലയോ എന്നുള്ളത്, അല്ലെങ്കിൽ ജി കാൽക്കുലേറ്റ് ചെയ്യാൻ, അങ്ങനെ പല പല ക്വസ്റ്റ്യൻസ് പ്രോബ്ലമാറ്റിക് ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ചോദിക്കാം. ആ സമയത്ത് നമ്മൾ ഈ ഒരു ഇക്വേഷൻ ഉപയോഗിച്ചിട്ടാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഓരോന്നിൻ്റെയും വാല്യൂസ് കൊടുത്തിട്ടുണ്ടോ എന്ന് മാത്രമേ ഉള്ളൂ. ഓക്കെ, ഇനിയും വർക്കിംഗ് ഓഫ് ആൻ ഇ എസ് ആർ സ്പെക്ട്രം. ഇ എസ് ആർ സ്പെക്ട്രത്തിൻ്റെ വർക്കിംഗ് എങ്ങനെയാണെന്നുള്ളതാണ് കാണാൻ പോകുന്നത്. It can be carried out by either varying magnetic field holding frequency constant by varying frequency and holding H constant. അപ്പം ഇവിടെ ആകെപ്പാടെ ഉള്ളത് മാഗ്നറ്റിക് ഫീൽഡും ഫ്രീക്വൻസിയാണ്. അപ്പോൾ രണ്ട് തരത്തിൽ നമുക്ക് ഇ എസ് ആർ സ്പെക്ട്രം ഒബ്റ്റെയിൻ ചെയ്യാൻ പറ്റും. ഒന്നുകിൽ മാഗ്നറ്റിക് ഫീൽഡിനെ കോൺസ്റ്റൻ്റ് ആക്കി വെക്കുക, ഫ്രീക്വൻസിനെ വേരി ചെയ്യുക, അല്ലെങ്കിൽ ഫ്രീക്വൻസിനെ കോൺസ്റ്റൻ്റ് ആക്കി വെക്കുക, മാഗ്നറ്റിക് ഫീൽഡിനെ വേരി ചെയ്യുക. അപ്പോൾ ഏത് കണ്ടീഷൻ ആണെങ്കിലും നമുക്ക് ഇ എസ് ആർ സ്പെക്ട്രം കിട്ടും. ഇ എസ് ആർ ഓർ ഇ പി ആർ സ്പെക്ട്രോസ്കോപ്പി വർക്കിംഗ് ഇൻ ദ റേഞ്ച് ഓഫ് സെവറൽ മെഗാ ഹെഡ്സ് ടു ജിഗാ ഹെഡ്സ് microwave frequency. There are different hyper or frequency bands such as L band, X band, W band, S band, Q band. അതായത് നമ്മൾ ഈ എസ് ആർ സ്പെക്ട്രം വെരി ഹൈ ഫ്രീക്വൻസിയിലായിരിക്കും ഇത് വർക്ക് ചെയ്യുന്നുണ്ടാവുക. അതായത് മെഗാ ഹെഡ്സ് ടു ഗിഗാ ഹെഡ്സ് അത്രത്തോളം വലിയ ഫ്രീക്വൻസിയിലായിരിക്കും നമ്മുടെ ഈ എസ് ആർ സ്പെക്ട്രം വർക്ക് ചെയ്യുന്നുണ്ടാവുക. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഓരോ ഇതിനെയും നമുക്ക് ഫ്രീക്വൻസി ബാൻഡുകളായിട്ട് തിരിക്കാം. അങ്ങനെ 5 ബാൻഡുകളായിട്ട് തിരിക്കും. അതിൽ ഫസ്റ്റ് ബാൻഡ് എന്ന് പറയുന്നത് എൽ ബാൻഡ്. അപ്പോൾ 5 ബാൻഡുകളായിട്ട് തിരിച്ചിട്ടുണ്ട്. എന്തൊക്കെയാണ്? എൽ ബാൻഡ്, എസ് ബാൻഡ്, എക്സ് ബാൻഡ്, ക്യൂ ബാൻഡ് ആൻഡ് ഡബ്ല്യു ബാൻഡ്. അപ്പോൾ ഓരോന്നിൻ്റെയും ഫ്രീക്വൻസി റേഞ്ചും കൂടെ നിങ്ങൾക്ക് ഈ നോട്ടിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്കത് കാണുമ്പോൾ മനസ്സിലാവില്ല, ഇന്ന റേഞ്ച് തൊട്ട് ഇന്ന റേഞ്ച് വരെ എൽ ബാൻഡ്. ഇപ്പോൾ 1 to 2 ഗിഗാ ഹെഡ്സ് ആണെങ്കിൽ അത് എൽ ബാൻഡ് ആവും. 8 to 10 ഗിഗാ ഹെഡ്സ് ആണെങ്കിൽ എക്സ് ബാൻഡ്, 95 ഗിഗാ ഹെഡ്സ് ആണെങ്കിൽ ഡബ്ല്യു ബാൻഡ്. അങ്ങനെ ഓരോന്നിനും ഓരോ
റേഞ്ച് ഓഫ് ഫ്രീക്വൻസീസും കൂടെ കൊടുത്തിട്ടുണ്ട് ഓരോ ബാൻഡിനും. മോസ്റ്റ് കോമൺ ഫ്രീക്വൻസി ബാൻഡ്സ് ആർ എക്സ് ആൻഡ് ക്യൂ ബാൻഡ്. അപ്പം സാധാരണയായിട്ട് ഫ്രീക്വൻസി നമ്മൾ ഉപയോഗിക്കുന്ന ഫ്രീക്വൻസീസൊക്കെ എക്സ് ബാൻഡിൽ അല്ലെങ്കിൽ ക്യൂ ബാൻഡിൽ ഇൻക്ലൂഡഡ് ആയിട്ടുള്ള ഫ്രീക്വൻസിയിലുള്ള റേഡിയേഷൻസ് ആയിരിക്കും നമ്മൾ ഉപയോഗിക്കുക. ദ മോഡേൺ ESR സ്പെക്ട്രോമീറ്റർ വർക്ക്സ് ഇൻ ഹൈപ്പർ ഓഫ് ഫ്രീക്വൻസി ബാൻഡ്സ്. മോഡേൺ ESR സ്പെക്ട്രോസ്കോപ്പി 2 ഫ്രീക്വൻസി ബാൻഡിലായിട്ടാണ് വർക്ക് ചെയ്യുന്നതെന്നാണ് പറയുന്നത്. അത് നോക്കിയേ, എക്സ് ബാൻഡ്, ക്യൂ ബാൻഡ്, അത് മോഡേൺ ESR സ്പെക്ട്രോസ്കോപ്പിയുടെയാണ്. അപ്പോൾ ഫ്രീക്വൻസീസ് കൊടുത്തിട്ടുണ്ട്, അതിന് പ്രൊവൈഡ് ചെയ്യുന്ന മാഗ്നറ്റിക് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എക്സ് ബാൻഡ് ആണെങ്കിൽ എന്താണ്, ഫ്രീക്വൻസി 8 to 10 GHz ആണ്. മാഗ്നറ്റിക് ഫീൽഡ് എന്ന് പറയുന്നത് 0 to 12,500 ഗോസ് ആണ്. ഇറ്റ് ഈസ് മോർ കൺവീനിയൻറ്റ് ആൻഡ് യൂസ്ഫുൾ ഫോർ ലിക്വിഡ് ഫേസ് സാമ്പിൾസ്. അപ്പോൾ ലിക്വിഡ് സാമ്പിൾസിനായിരിക്കും നമ്മൾ സാധാരണയായിട്ട് എക്സ് ബാൻഡ് യൂസ് ചെയ്യാറ്. ക്യൂ ബാൻഡ് ൻ്റെ ഫ്രീക്വൻസി എന്താണ്, 35 GHz ആണ്. പിന്നെ അതിൻ്റെ മാഗ്നറ്റിക് ഫീൽഡ്, ആ ഫ്രീക്വൻസിക്ക് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്ന മാഗ്നറ്റിക് ഫീൽഡ് എന്ന് വെച്ചാൽ 0 to 25,000 ഗോസ് ആണ്. ഇറ്റ് വർക്ക്സ് അറ്റ് ലോ ടെമ്പറേച്ചർ ആൻഡ് ഇറ്റ് ഈസ് യൂസ്ഫുൾ ടു സ്റ്റഡി സോളിഡ് സാമ്പിൾസ് ആൻഡ് സിംഗിൾ ക്രിസ്റ്റൽ സാമ്പിൾസ്. അപ്പോൾ ലോ ടെമ്പറേച്ചറിലായിരിക്കും ഇത് വർക്ക് ചെയ്യുക. അതായത് ക്യൂ ബാൻഡാണ് നമ്മൾ യൂസ് ചെയ്യുന്നതെങ്കിൽ ലോ ടെമ്പറേച്ചർ മതിയാകും. അതുപോലെ തന്നെ സോളിഡ് സാമ്പിൾസിനും അതുപോലെ തന്നെ സിംഗിൾ ക്രിസ്റ്റൽ സോളിഡ് സാമ്പിൾസ് ആൻഡ് സിംഗിൾ ക്രിസ്റ്റൽ സാമ്പിൾസിനൊക്കെ ആയിരിക്കും നമ്മൾ ക്യൂ ബാൻഡ് യൂസ് ചെയ്യുക. സെൻസിറ്റിവിറ്റി ഓഫ് സ്പെക്ട്രോമീറ്റർ ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു സ്ക്വയർ ഓഫ് ഫ്രീക്വൻസി. സ്പെക്ട്രോമീറ്ററിൻ്റെ സെൻസിറ്റിവിറ്റി എന്ന് പറയുന്നത് ഇസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു സ്ക്വയർ ഓഫ് ദ ഫ്രീക്വൻസി. നമ്മൾ കൊടുക്കുന്ന ഫ്രീക്വൻസിയുടെ സ്ക്വയറിനോട് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആയിരിക്കും. നമ്മൾ എടുക്കുന്ന ഫ്രീക്വൻസി കൂടുതലാണെങ്കിൽ സെൻസിറ്റിവിറ്റി കൂടുതലായിരിക്കും. അങ്ങനെ ഹൈ ഫ്രീക്വൻസി ഈസ് പ്രിഫറബിൾ ഫോർ ബെറ്റർ റെസൊല്യൂഷൻ ഓഫ് ESR സ്പെക്ട്രം. അപ്പം എന്താ, നമ്മൾക്ക് വളരെ ബെറ്റർ ആയിട്ടുള്ള ഒരു ESR സിഗ്നൽ കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ അവിടെ ഉപയോഗിക്കുന്ന ഫ്രീക്വൻസിയും ഹൈ ഫ്രീക്വൻസി ആയിരിക്കണം. ഇനി അടുത്ത പ്രസൻറ്റേഷൻ ഓഫ് ESR സ്പെക്ട്രം. Earlier ESR spectrometer used to record absorption intensity against magnetic field. The major disadvantages of early method was giving broad signals or spectrum band, and it was difficult to measure and observe ESR signals. അപ്പം ആദ്യ കാലങ്ങളിൽ, അതായത് ESR സ്പെക്ട്രോമീറ്റർ നമ്മൾ ഉണ്ടാക്കിയെടുത്ത ആ ഒരു സമയത്ത് നമ്മൾ എങ്ങനെയാണ് സ്പെക്ട്രത്തെ പ്ലോട്ട് ചെയ്തതെന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. അബ്സോർപ്ഷൻ ഇൻറ്റൻസിറ്റി എഗൻസ്റ്റ് മാഗ്നറ്റിക് ഫീൽഡ് ആയിരുന്നു പ്ലോട്ട് ചെയ്തിരുന്നത്. പക്ഷേ ആ സമയത്തുണ്ടായിരുന്ന ഏറ്റവും ഒരു ഡിസഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ, അങ്ങനെ പ്ലോട്ട് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്ന സിഗ്നൽ എന്ന് പറഞ്ഞാൽ വളരെ ബ്രോഡായിട്ടുള്ളൊരു സിഗ്നലായിരുന്നു. ഒട്ടും ഷാർപ്പല്ലാതെ വളരെ ബ്രോഡായിട്ടുള്ള ഒരു സിഗ്നലായിരുന്നു നമുക്ക് കിട്ടിയിരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ESR സ്പെക്ട്രത്തിന് നമുക്ക് മെഷർ ചെയ്യാനായിട്ടും സ്റ്റഡി ചെയ്യാനായിട്ടും കുറച്ച് ഡിഫിക്കൽട്ടീസൊക്കെ ഫേസ് ചെയ്തു. സോ മോഡേൺ ESR സ്പെക്ട്രോമീറ്റർ ഈസ് യൂസ്ഡ് ടു പ്ലോട്ട് ദ ESR സ്പെക്ട്രം ആസ് ദ ഫസ്റ്റ് ഡെറിവേറ്റീവ് ഓഫ് അബ്സോർപ്ഷൻ ഇൻറ്റൻസിറ്റി എഗൻസ്റ്റ് മാഗ്നറ്റിക് ഫീൽഡ്. അപ്പോൾ അതുകൊണ്ട് തന്നെ മോഡേൺ സ്പെക്ട്രോമീറ്റർ ആ ഒരു പ്രശ്നം പരിഹരിച്ചുകൊണ്ട് നമ്മൾ എടുക്കുന്ന അബ്സോർപ്ഷൻ ഇൻറ്റൻസിറ്റിയുടെ ഫസ്റ്റ് ഡെറിവേറ്റീവ് മാഗ്നറ്റിക് ഫീൽഡുമായിട്ടുള്ളൊരു പ്ലോട്ട്, അതിന് മോഡേൺ ESR സ്പെക്ട്രം ആ ഒരു രീതിയിൽ എന്ത് ചെയ്യാൻ തുടങ്ങി, സ്പെക്ട്രംസ് ഒക്കെ ചെയ്യാൻ തുടങ്ങി. ഇപ്പോൾ ഫസ്റ്റ് ഡെറിവേറ്റീവ് ഓഫ് അബ്സോർപ്ഷൻ ഇൻറ്റൻസിറ്റി, that is di by dh against dh. This type of plot is more accurate and gives sharp signals. അപ്പോൾ ഇങ്ങനെ ചെയ്ത് കഴിയാൻ തുടങ്ങിയപ്പോൾ തൊട്ട് നമുക്ക് കിട്ടുന്ന ESR സ്പെക്ട്രം എന്ന് പറയുന്നത് വളരെ ആക്യുറേറ്റ് ആണ്. അതുപോലെ തന്നെ വളരെ ഷാർപ്പായിട്ടുള്ള പീക്സ് നമുക്ക് കിട്ടുന്നുണ്ട്. ഓക്കെ, അപ്പോൾ വളരെ ആക്യുറേറ്റ് ആയിട്ടുള്ള പീക്കും കിട്ടുന്നുണ്ട്, വളരെ ഷാർപ്പായിട്ടുള്ളൊരു പീക്ക് നമുക്ക് കിട്ടാനായിട്ട് തുടങ്ങി. അതായത് ഫസ്റ്റ് ഡെറിവേറ്റീവ് ഓഫ് അബ്സോർപ്ഷൻ ഇൻറ്റൻസിറ്റി അഗൻസ്റ്റ് മാഗ്നറ്റിക് ഫീൽഡ് ചെയ്ത് കഴിഞ്ഞപ്പോൾ അതാണ് നമ്മളിപ്പം മോഡേൺ സ്പെക്ട്രോമീറ്റർ ഉപയോഗിക്കുന്നത്. അപ്പം നിങ്ങൾക്ക് കാണാൻ പറ്റും ഫസ്റ്റ് ഡയഗ്രാം I/H, അതായത് അബ്സോർപ്ഷൻ ഇൻറ്റൻസിറ്റി വേഴ്സസ് മാഗ്നറ്റിക് ഫീൽഡ്. ആദ്യകാലത്തെ ESR സ്പെക്ട്രോമീറ്ററിൽ ഉപയോഗിച്ചിരുന്നത് കിട്ടുന്ന സ്പെക്ട്രം. അപ്പം നമുക്കത് കാണാൻ സാധിക്കും, വളരെ ബ്രോഡാണ്, നമുക്ക് കറക്റ്റായിട്ടുള്ളതൊന്നും നമുക്ക് അതിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റത്തില്ല. പക്ഷേ പിന്നീട് വന്നപ്പോഴേക്കും di/dh വേഴ്സസ് DH ചെയ്ത് കഴിഞ്ഞപ്പോൾ കിട്ടുന്നുണ്ടോ, വളരെ ഷാർപ്പായിട്ടുള്ള പോയിൻ്റ് കിട്ടും. നമുക്ക് കറക്റ്റ് പറയാൻ പറ്റും അത് ഏത് പോയിന്റിലാണ് സംഭവിച്ചിരിക്കുന്നുള്ളത്. അതുപോലെ തന്നെ വളരെ ആക്യുറസിയും കൂടുതലായിരിക്കും. തമ്മിലുള്ള ഡിഫറൻസ് മനസ്സിലായോ? അതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു ഫിഗർ കൊടുത്തിരിക്കുന്നത്. ഓക്കെ, ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റുമല്ലോ, വേറൊരെണ്ണത്തിൻ്റെയും കൂടെയാണ്. അത് ഇത്ര ക്ലിയർ അല്ല എങ്കിലും നിങ്ങൾക്ക് കമ്പയർ ചെയ്യാനായിട്ട് പറ്റുന്നുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. സോ പ്ലോട്ട് B ഈസ് ദ ഫസ്റ്റ് ഡെറിവേറ്റീവ് ഓഫ് പ്ലോട്ട് A. സിമിലർലി പ്ലോട്ട് D ഈസ് ദ ഫസ്റ്റ് ഡെറിവേറ്റീവ് ഓഫ് പ്ലോട്ട് അതൊന്നുമില്ല, അതായത് പ്ലോട്ട് ABCD എന്ന് പറഞ്ഞ് കൊടുത്തേക്കുന്നതാണ്. അപ്പോൾ Aയും Bയും കമ്പയർ ചെയ്യുമ്പോൾ B ബെറ്ററാണ്, മോഡേൺ എന്ന് പറയാം. സിയും ഡിയും ആണ് കേട്ടോ. അപ്പോൾ സിയും ഡിയും കമ്പയർ ചെയ്യുമ്പോൾ D ബെറ്റർ ആണെന്ന് പറയാം. കാരണം വളരെ ഷാർപ്പ് ആൻഡ് ആക്യുറേറ്റ് ആയിട്ടുള്ള പ്ലോട്ട് കിട്ടുന്നു. ദാറ്റ് ഇസ് എ ഫസ്റ്റ് ഡെറിവേറ്റീവ് പ്ലോട്ട്. അതിന് നമ്മൾ ഫസ്റ്റ് ഡെറിവേറ്റീവ് പ്ലോട്ട് ആയതുകൊണ്ട് ആണ് ആക്യുറസിയും കാര്യങ്ങളും ഒക്കെ കൂടുതലായിട്ട് വരുന്നത്. ഓക്കെ,
അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇപ്പോൾ ഇന്നത്തെ ഈ ഒരു ലെക്ചറിൽ നമ്മൾ പഠിച്ചത്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്നാണ് ഇപ്പോൾ ഞാൻ വിചാരിക്കുന്നത്. എന്തെങ്കിലും തരത്തിലുള്ള ഡൗട്ടുകൾ വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ക്ലിയർ ചെയ്യുക. അപ്പോൾ ഇതെന്ന് പറയുന്നത് ഒരു ESRൻ്റെ ഒരു ഇൻട്രൊഡക്ടറി ലെക്ചറാണ്. പ്രിൻസിപ്പിളാണ് മെയിനായിട്ട് നമ്മൾ ഇതിനകത്ത് ഫോക്കസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ പ്രിൻസിപ്പിളിനകത്ത് നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. എങ്ങനെ ഒരു ESR സ്പെക്ട്രം വരുന്നു, ആദ്യകാലങ്ങളിൽ എങ്ങനെയായിരുന്നു, ഇപ്പോൾ അതെങ്ങനെയാണ്, അത് തമ്മിലുള്ള അഡ്വാൻറ്റേജ് ഡിസഡ്വാൻറ്റേജ് ഒക്കെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. അതും കൂടെ മനസ്സിലാക്കി കംപ്ലീറ്റ് ആയിട്ടുള്ളൊരു പ്രിൻസിപ്പിൾ തന്നെ ആയിരിക്കണം നിങ്ങൾ എക്സാമിന് ചോദിച്ചാൽ എഴുതേണ്ടതും. അപ്പോൾ ബാക്കി ഉള്ള പോയിൻറ്റ്സ് നമ്മൾ നെക്സ്റ്റ് ലെക്ചറിൽ പഠിക്കും. നെക്സ്റ്റ് ലെക്ചർ കൊണ്ട് ഈ ഒരു ESRും കൂടെ കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഉദ്ദേശിച്ചിരിക്കുന്നത്. സോ അപ്പോൾ ഇന്നത്തെ ഈ ഒരു ലെക്ചർ നമുക്കിവിടെ വൈൻഡപ്പ് ചെയ്യാം. താങ്ക് യു.